ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നത് നമ്മളിന്ന് അനീഷേട്ടൻ്റെ വീട്ടിലെല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിന്. ഏട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഏട്ടനും വൈഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെല്ലാവരും വളരെ അടിപൊളിയായിട്ട് കൂടി. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അനീഷേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇനി അടുത്ത കൂടലെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അനീഷേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പോയി. ശ്രീലക്ഷ്മി അവിടെ ഫുഡെല്ലാം പ്രിപ്പറേഷൻ പരിപാടിയിൽ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അപ്പം ഞാനും മെൽബിയും കുറച്ച് നേരത്തെ എത്തി. അപ്പം അവളെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്തിയത്. ഞാൻ ചെല്ലുന്ന സമയത്ത് അവളിതാ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ചിക്കനും പിന്നെ മീനും ഉണ്ട്. അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാദാ ചോറും കറിയും ഉണ്ട്. നെയ്ച്ചോറ് കഴിക്കാത്തവർക്ക് സാദാ ചോറ്. അപ്പം അങ്ങനെയല്ലാതെ ഫുഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനും എത്തി. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം അനീഷേട്ട പോയിട്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കൂടാണ്ട് കറണ്ടും പോയി. അന്നേരം നമ്മൾ കിച്ചണിൽ ഇരുട്ടത്ത് ചെറിയൊരു വട്ടം ഉണ്ടായിന്, പുറത്തുള്ള വട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അടുക്കളയിലോട്ടേക്ക്. അപ്പം നമ്മൾ ആ ഒരു വട്ടത്തിലാണ് കുക്കിങ്ങും പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ തക്കാളി മുറിക്കുന്ന ഒരു വീഡിയോ എടുത്തതാന്ന് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി വീഡിയോ എടുത്തു തന്നതാണ്. ചിക്കൻ കറി ശ്രീലക്ഷ്മീൻ്റെ റെസിപ്പിയാണ്. റൈസ് ഞാനും മെൽബിയും കൂടി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇരുട്ടത്താണ് ഞാൻ വെട്ടടിച്ചു കൊടുത്തിട്ടാണ് ചിക്കൻ എല്ലാം ആക്കുന്നുണ്ടായത് അന്നേരം. അങ്ങനെ ഇത് ചിക്കൻ്റെ പണി ഏകദേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ വേറൊരു അതിഥി എത്തിയിട്ടുണ്ട്, മെൽബി. കറണ്ട് പോയി ഗൈസ്. കറണ്ട് പോയത് കൊണ്ട് ഇരുട്ടത്ത് ഇതാ ടോർച്ച് അടിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. മെൽബിനെ അനീഷേട്ടൻ കൂട്ടാൻ പോയതാണ്. അവളെയും കൂട്ടി വന്ന് അങ്ങനെ പിന്നെ ബാക്കി പരിപാടി അവളും കൂടി നമ്മൾ കിച്ചണിൽ പരിപാടി തുടങ്ങി. അങ്ങനെ ഇത് ശ്രീലക്ഷ്മീൻ്റെ വയനാടൻ റെസിപ്പി ചിക്കൻ കറി ഇതാ സൂപ്പറായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ പരിപാടി റൈസിലോട്ടേക്കാണ്. റൈസ് ഉണ്ടാക്കേണ്ട കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടത് കൊണ്ട് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിന്. നമ്മളല്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പ്ലാനിങ്ങിലാണ് റൈസ് ഇത്ര വെള്ളം നല്ലോണം പറഞ്ഞ് ഡിസ്കഷനെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ കറണ്ട് ഇല്ല ഗൈസ്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇതാ നമ്മളിതാ റാന്തൽ വെട്ടം കത്തിച്ചിട്ടാണ് ഇവിടെ പരിപാടി. മെൽബി ഇതാ ഉള്ളി അരിയുന്നുണ്ട്. ഇതെന്തിനുള്ള ഉള്ളിയാ മെൽബി? മേലയുടെ നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അടുക്കളയിൽ തിരക്കാണെങ്കിലും അപ്പുറത്ത് പിള്ളേര് വൻ പരിപാടി നടത്തുന്നുണ്ട്. ഓരോ ആൾക്കാരും ഓരോരോ പരാതിയും പരിഭവവും കൊണ്ട് വരുന്നുണ്ടായിന് അടുക്കളയിൽ. അനീഷേട്ടൻ അപ്പുറത്ത് നിന്ന് കുറച്ച് മെനക്കെട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിനു. കറി അങ്ങനെ ഇത് ഓരോ ആൾക്കാരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെൽബി നേരത്തെ തന്നെ എത്തി. പിന്നെ അനിയനും അവളെ ഹസ്ബൻഡെല്ലാം കുറച്ച് കഴിഞ്ഞ് സെലിബ്രിറ്റി കയറി വാ. അനിൽ ചുരിദാർ നല്ല കളർ. അങ്ങനെ ഇതാ ഫുഡെല്ലാം റെഡിയായി. ഭക്ഷണത്തിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പിള്ളേരെ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കൊടുത്തിരുത്തി. അങ്ങനെ പിള്ളേർ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ആൾക്കാർ ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഇതൊരു പണ്ടാരം ഡംഷറൈഡ്സ് എന്നിട്ട് ശരിയായില്ല. ദംഷറൈഡ്സ് കളിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതാ
സിറ്റ് ഔട്ടിലിരുന്ന് എല്ലാവരും കുറേ വിശേഷങ്ങളും കഥകളെല്ലാം പറഞ്ഞിരുന്നു. അല്ലെ ചേട്ടത്തിന് ഇങ്ങനെ പറയാൻ ചക്കൻ പെണ്ണ് കിട്ടും. ദിവാന്റെ വിട്ടോണ്ടാണ് ജീവിക്കുന്നത്. മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട. മോഹൻലാലിന്റെ കൂടെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, അങ്ങനെ ഇതാ സമയം പോയതറിഞ്ഞിട്ടില്ല. എല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 1:30 സമയം. അപ്പം വീട്ടിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.